بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. صدق الله مولانا العلي العليم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: وعق أمه وادنا صديقه وقصى أباه. صدق الرسول المصطفى الأمين عليه وعلى آله وصحبه أفضل الصلوات وأتم التسليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 1.5 മാസക്കാല അളവിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പങ്കെടുത്ത ഫിഫ ലോകകപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം അവസാനിക്കുകയുണ്ടായി. ലോകം മുഴുവനും ആ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കളികളിലും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിലും വാഗ്വാദങ്ങളിലും ബെറ്റുകളിലും ഒക്കെയായിരുന്നു. കളി കാര്യമാണ്, അതോടൊപ്പം അതിൽ രാഷ്ട്രീയമുണ്ട്, ധാർമ്മികതയുമുണ്ട്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വശമാണ് അതിലെ ധാർമ്മികത. അവസാന മത്സരത്തിൽ അർജന്റീനയും സ്പെയിനും കൂടി മത്സരം അവസാനിച്ച് ജേതാക്കളായ സ്പെയിനിലെ കളിക്കാർ സന്തോഷം പങ്കിടുന്ന സന്ദർഭത്തിൽ ലോകത്തെ മുഴുവനും വല്ലാതെ ആകർഷിപ്പിച്ച ഒരു സംഭവം ആ വേദിയിൽ അരങ്ങേറുകയുണ്ടായി. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത വൈറലായി. അത് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നസീഹത്തിൽ ആമുഖമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്താണത്? സ്പെയിനിൻ്റെ 10ാം നമ്പർ കളിക്കാരൻ നിക്കോ വില്യംസ് ആർതർ എന്ന 24 വയസ്സുകാരൻ, കണ്ടാൽ ഒരു 10-18 വയസ്സേ തോന്നിക്കൂ, കറുത്ത വർഗത്തിൽപ്പെട്ട യുവാവാണ്. അദ്ദേഹം ആ മത്സരത്തിൽ തനിക്ക് ലഭിച്ച സ്വർണ്ണ മെഡൽ ആരുടെ കഴുത്തിലാണ് അണിയിച്ചത് എന്ന് കാഴ്ചക്കാരായ മുഴുവൻ പേരും കണ്ടു. എല്ലാവരും അവർക്ക് ലഭിച്ച സ്വർണ്ണ മെഡൽ കഴുത്തിലിട്ട് ആഹ്ലാദം പങ്കിടുമ്പോൾ ഈ നിക്കോളാസ് വില്യംസ് ഗാലറി ഇങ്ങനെ പരതുകയാണ്. അപ്പോൾ കണ്ടുനിന്ന കൂട്ടുകാരും മറ്റുമൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിനെ തിരയുകയായിരിക്കുമെന്ന്. അങ്ങനെ ആ യുവാവ് തൻ്റെ മെഡലുമായിട്ട് വളരെ വിനയാന്വിതനായി ഗാലറിയിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ഫ്രണ്ടിൽ നിലയുറപ്പിച്ച തൻ്റെ മാതാവിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് ആ മാതാവിന് മുത്തം നൽകി ഷേക്ക് ഹാൻഡ് കൊടുത്ത് തൻ്റെ കഴുത്തിൽ അണിയേണ്ടുന്ന ആ മെഡൽ മാതാവിൻ്റെ കഴുത്തിൽ അണിയിപ്പിക്കുന്ന അത്ഭുതകരമായ രംഗം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെയും ചാനലുകളുടെയും മുമ്പിൽ ആ കളിക്കാരൻ പറഞ്ഞത്, ഞാൻ ഈ കളിക്കളത്തിൽ ഓടിയ ഓട്ടമൊന്നും എൻ്റെ മാതാവിൻ്റെ ഓട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല. എല്ലാ അർത്ഥത്തിലും ഞാൻ ഓടിയതിനേക്കാൾ കൂടുതൽ ഓടി. അത് ത്യാഗത്തോടുകൂടി, സഹനത്തോടുകൂടി, വിശപ്പോടുകൂടി, പട്ടിണിയോടുകൂടി, ദാഹത്തോടുകൂടി. എന്താണത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ 2002 എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ രാജ്യമാകുന്ന ഗാനയുടെ കലാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലൂടെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ ലക്ഷ്യമാക്കി യാത്രയായി.
ഞങ്ങളെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും വിറ്റുപറക്കിയെടുത്ത സമ്പത്ത് കൈവശപ്പെടുത്തി ഏജന്റുമാർ എന്നാൽ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടേച്ച ശേഷം അവർ രക്ഷപ്പെട്ടു പോയി. സഹാറ മരുഭൂമിയിൽ എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ മണൽപ്പരപ്പുകൾ കാണുന്ന, ശക്തമായ താപം കാരണമായിട്ട് ചുട്ടുപഴുത്ത മണലുകൾ മാത്രമുള്ള, കുടിക്കാൻ കുടിനീരില്ലാത്ത ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കൾ ദീർഘനേരം യാത്ര ചെയ്തു. ആ യാത്രയിൽ അവരുടെ കാലുകൾ പൊട്ടി. വെള്ളം കിട്ടാതെ അവർ മരിച്ചു പോകുമെന്ന് ഭയന്നു. തിന്നാനൊന്നുമില്ലാതെ മാസങ്ങളോളം നടന്നിട്ടും സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് എത്തിച്ചേരാതെ എൻ്റെ മാതാപിതാക്കൾ അവർ വല്ലാത്ത വിശപ്പും ത്യാഗവും സഹിച്ച് ഓടുകയും നടക്കുകയും ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ശിശുവായിരുന്നു. എന്നെയും ചുമന്നുകൊണ്ടാണ് അവർ ഈ സഹാറ മരുഭൂമിയിലൂടെ ഈ ഓട്ടമായ ഓട്ടമെല്ലാം നടത്തിയത്. ഈ പട്ടിണിയെല്ലാം അനുഭവിച്ചത്. ഈ ജലപാനമില്ലാതെ ശക്തമായ ആ ചൂടിന്റെ ആ മരുഭൂമിയുടെ ഊഷരതയിൽ ആത്മഹത്യ ചെയ്യാൻ അവർ തയ്യാറായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ഞാൻ സ്പെയിനിലെത്തി. അവിടുത്തെ വലിയ കളിക്കാരനായി, കഴിഞ്ഞ യൂറോ കപ്പിൽ ഏറ്റവും നല്ല കളിക്കാരനായി മെഡൽ എനിക്ക് ലഭിച്ചതും ഇപ്പോൾ വിജയത്തിന് കാരണമായതും അന്ന് എൻ്റെ മാതാവ് അവരുടെ ഉദരത്തിൽ എന്നെയും ചുമന്നുകൊണ്ട് ഓടിയ ഓട്ടമാണ്. ആ ഓട്ടത്തിന് തുല്യമായി പകരമായി മറ്റൊരോട്ടവും ഇതുവരെയും ഞാൻ ഓടിയിട്ടില്ല. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടി മറ്റെല്ലാ ഡിഫൻഡർമാരെയും കൊച്ചാക്കിക്കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് ഓരോ കളിയിലും വിജയം നേടുമ്പോഴും ആ ഓട്ടത്തിന്റെ പിന്നിലവല്ലാത്ത ഓട്ടം എൻ്റെ മാതാവിൻ്റെ ഓട്ടമായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ മുഴുവനും ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ലഭിച്ച മെഡല് ഏറ്റവും അർഹതപ്പെട്ടത് എൻ്റെ മാതാവിനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ അണിയിക്കുന്നതിനേക്കാൾ എൻ്റെ മാതാവിൻ്റെ കഴുത്തിൽ അണിയിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിതുവരെയും നൽകിയിട്ടുള്ള ഒരു മെഡലും മാതാവ് നൽകിയിട്ടുള്ള മക്കൾക്ക് നൽകിയിട്ടുള്ള മെഡലോളമായിട്ടില്ല എന്ന് ആ കളിക്കളത്തിൽ അഭിമാനത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാൻ നിക്കോ വില്യംസ് ആർതർ എന്ന 24-കാരനായ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഇത് നമുക്ക് ധാർമ്മികതയുടെ പാഠമാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലുടനീളം മാതാപിതാക്കളോട് കരുണയോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ. എന്നാൽ ഇന്ന് മാതാപിതാക്കളെ അവഗണിക്കുകയും അവരുടെ കൽപ്പനകളെ നിരസിക്കുകയും അവരെ ദ്രോഹിക്കുകയും മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് കളിയിലും കാര്യമുണ്ട്, കളിയിലും ധാർമ്മികതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു അന്യമത അനുയായിയായ നിക്കോ വില്യംസ് നമുക്ക് മാതൃകയാകുന്നത്. എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ആ ഉമ്മ അത് സ്വീകരിച്ചുകൊണ്ട് തന്റെ മകന് മുത്തം കൊടുത്തുകൊണ്ട് അത് കഴുത്തിലണിയുന്നത്. ആ ഉമ്മയായിരുന്നു, ആ മാതാവായിരുന്നു തന്റെ മകന്റെ ഏറ്റവും വലിയ ഫുട്ബോളറാകാനുള്ള പ്രചോദനമെന്ന് ആ മാതാവിനെ കുറിച്ച് മകൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നിക്കോ വില്യംസിന്റെ സംഭവമാണ് എങ്കിൽ, ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ, ജീവിതത്തിലുള്ള പച്ചയായ അനുഭവമാണ് എങ്കിൽ, നാം ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളിലേക്ക് ചേർത്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരിലേക്ക് ചേർത്ത് നോക്കിയാൽ, നമ്മുടെ ഉമ്മമാരും ഇതിനേക്കാൾ ത്യാഗങ്ങൾ അനുഭവിച്ചവരായിരിക്കും. നാം ആരും തന്നെ ഒരു മാതാവിന്റെയും ഉദരത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8-9 മാസം
കിടക്കാതെ ഈ പുറം ലോകത്തേക്ക് വന്നിട്ടില്ല. അന്നവർ സഹിച്ച വേദന, അന്നവർ സഹിച്ച കഷ്ടപ്പാടുകൾ, പ്രത്യേകിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ വർത്തമാന കാലഘട്ടത്തിലെ യന്ത്രവൽകൃതമായ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആഴമേറിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാടത്ത് പോയി പണിയെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങാടിയിൽ പോയി പലപ്പോഴും റേഷൻ കടയുടെ മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് റേഷനരിയും വാങ്ങിക്കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പാചകം ചെയ്ത് അവസാനം ഭർത്താവിനും മക്കൾക്കും ആഹാരം കൊടുത്തിട്ട് തികയാതെ വരുമ്പോൾ ആരെയും അറിയിക്കാതെ കഞ്ഞിവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിച്ച മാതാക്കളാണ് അധിക പേരും. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മാതാക്കളെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മാതാവിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? എന്തുമാത്രം തിരിച്ചു കൊടുത്താലും മതിയാകുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമനിൽ നിന്നും മാതാവിനെ പ്രായം ചെന്ന് നടക്കാൻ കഴിയാത്ത, വാർദ്ധക്യ സഹജത്തിൽ വല്ലാതെ വിഷമിക്കുന്ന മാതാവിനെ അവിടെ നിന്നും ചുമലിലേക്കിക്കൊണ്ട് കഅബ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എന്റെ മാതാവിനോടുള്ള കടമ പൂർത്തിയാക്കിയിട്ടില്ലേ നബിയെ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നിലധികം ദിവസമോ നീ അവരെ തോളിൽ ചുമന്നുകൊണ്ട് ആരോഗ്യമുള്ള നീ ഇവിടം വരെ കൊണ്ടുവന്നു എന്ന് മേനിനടിച്ച് നീ അവരോടുള്ള കടമകൾ പൂർത്തിയാക്കി എന്നോട് ചോദിക്കുമ്പോൾ നീ ഒന്ന് തിരിച്ചാലോചിച്ചു നോക്ക്. നീ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ എത്ര നാളാണ് കിടന്നത്? എത്ര നാളാണ് നിന്നെ അവർ ചുമന്നത്? അന്നാളിലൊക്കെ അവർക്ക് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പോലും നീ തടസ്സമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ വയറ് നാം കൂടുതലായി ആഹാരം കഴിച്ചൊന്ന് നിറഞ്ഞു പോയാൽ, വീർത്തുപോയാൽ, പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ പോയി ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. എന്നാൽ മുൻകാലഘട്ടങ്ങളിൽ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലാത്ത ക്ലോസറ്റുകളിൽ ഇരിക്കുന്ന വയറ് വീർത്തവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും എത്രത്തോളം ഉണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ പലതും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഏകദേശം 9 മാസത്തോളം ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചവരാണ് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പ്രിയപ്പെട്ട പെറ്റുമ്മമാര്. ആ മാതാക്കൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിർത്ത് നമ്മള് അനുസരണക്കേട് കാണിച്ചാൽ പടച്ച തമ്പുരാൻ പൊറുക്കുമോ? അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടേറെ പാപങ്ങളുടെ, കുറ്റങ്ങളുടെ ശിക്ഷകൾ അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റിവെച്ചേക്കാം. പക്ഷേ ഒരു പാപത്തിന്റെ, ആ തെറ്റിന്റെ ശിക്ഷ ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുകയില്ല. ഈ ദുനിയാവിൽ തന്നെ നൽകുമെന്നത് ഏതാണ്? മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവരെ അനുസരിക്കാതിരിക്കുക, അവർക്ക് അനിഷ്ടകരമാകുന്നവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, പെരുമാറ്റങ്ങൾ മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ഗർഭാവസ്ഥയെയും അതിനുശേഷം ശിശുവായിരിക്കെ നിന്റെ മാതാവിന്റെ മാർവിടത്തിൽ നിന്നും നിനക്കവർ ചുരത്തി തന്ന പാലിന്റെയും കഥ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് നൽകുന്ന ഉപദേശമാണ്. വവസ്സൈനൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് പരമാവധി നന്മ ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് പരമാവധി ഇൻസാൻ, കാരുണ്യം, നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ, വർത്തമാനങ്ങൾ, സഹായങ്ങൾ ചെയ്തുകൊണ്ട് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് നിന്റെ പടച്ച തമ്പുരാൻ നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യ നിന്നോട് ഉപദേശിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിട്ട് ഉമ്മായുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഹമലത്തുഹു ഉമ്മുഹു, മനുഷ്യ, നിന്റെ മാതാവ് നിന്റെ ഗർഭം ധരിച്ചു, നിന്നെ ചുമന്നുകൊണ്ട് നടന്നു. വഹിനൻ അലാ വഹിൻ,
പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്, വേദനയുടെ മേൽ വേദന സഹിച്ചുകൊണ്ട് നിക്കോളാസ് വില്യം, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് പറയുന്നത് മരുഭൂമി താണ്ടിയ കഥയാണ്. താൻ ഗർഭസ്ഥ ശിശുവായിരിക്കെ, ഏത് മരുഭൂമിയാണ്? ഏറ്റവും വലിയ സഹാറ മരുഭൂമി. അത് താണ്ടിയിട്ടില്ല നമ്മുടെ ഉമ്മമാരെങ്കിലും. അതിനേക്കാൾ ത്യാഗം സഹിച്ച പല കഥകളും നാം ഓരോരുത്തരുടെയും ഉമ്മമാർക്ക് അവരുടെ ഗർഭധാരണത്തിന്റെ കാലയളവിലും പ്രസവത്തിന്റെ കാലയളവിലും പിന്നെ നമ്മളെ വളർത്തി വലുതാക്കിയ വലിയൊരു കാലയളവിലും പറയാൻ കാണും. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കാണും. പക്ഷേ അതൊക്കെയും മറന്നുകൊണ്ട് വാർദ്ധക്യ സഹജത്തിലായി പോയ മാതാപിതാക്കളെ പലപ്പോഴും അവഗണിക്കുകയും അവരെന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ കുറെ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് വൃദ്ധസദനത്തിന് തുല്യമായ ഒരു ജീവിതം ഈ ഭൂമി ലോകത്ത് അവരുടേതായ സ്വന്തം വീടുകളിൽ അവർക്ക് നൽകിയിട്ട് മക്കളും ചെറുമക്കളും ഭാര്യമാരുമായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോയി നമ്മുടെ ജോലിയുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ പോയി കഴിയുന്നു, ഇവിടെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ സഹോദരങ്ങളെ, അവരാഗ്രഹിക്കുന്ന അതൊന്നുമല്ല. മക്കളോടൊപ്പം ജീവിക്കാൻ, ചെറുമക്കളോടൊപ്പം ജീവിക്കാൻ, മരുമക്കളോടൊപ്പം ജീവിക്കാൻ, അവസാന നിമിഷങ്ങളിൽ അവർ നൽകുന്ന പരിചരണങ്ങളിൽ കഴിഞ്ഞുകൂടാൻ, സാന്ത്വനത്തിന്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷിക്കാൻ, അതാണ് അവരുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അള്ളാഹു മറ്റു മാർഗങ്ങൾ നൽകാത്തത് കൊണ്ട് നമ്മൾ ഗൾഫ് മേഖലകളിലേക്ക് പോകുന്നു. കുറച്ച് സൗകര്യമുണ്ടാകുമ്പോൾ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെടുന്നു. ഇന്നധിക വീടുകളും വൃദ്ധസദനത്തിന് സമാനമായിട്ടുള്ള വീടുകളാണ് എന്ന് ഒരു പുതിയ പഠനം, പ്രിയപ്പെട്ടവരെ, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീട്ടിൽ എല്ലാ സൗകര്യവുമുണ്ട്, പക്ഷേ വെറും മാതാപിതാക്കൾ, അതോ അവർ വല്ലാത്ത വാർദ്ധക്യ സഹജമായ അവസ്ഥ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഓരോ മാതാവും മക്കൾക്ക് ഗർഭധാരണവും അതുപോലെ തന്നെ പ്രസവവും നടത്തിക്കൊണ്ട് അവരെ പരിചരിച്ച് വളർത്തി വലുതാക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷക്കാലം നിനക്ക് എല്ലാവിധമായ പോഷകങ്ങളും അടങ്ങിയ ഏറ്റവും വലിയ സമ്പുഷ്ടമായ ഭക്ഷണം അവരുടെ മാർവിടത്തിൽ നിന്നും സന്തോഷത്തോടുകൂടി നിനക്ക് നൽകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ 2 കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അനിഷ്കുർലി വലിവാലിദൈക്ക്, നീ എനിക്ക് ശുക്റുള്ളവരാകണം, നിന്റെ മാതാപിതാക്കൾക്കും ശുക്റുള്ളവരാകണമെന്ന്. ഇലയ്യൽ മസീർ എന്നിട്ടൊരു താക്കീതും കൂടി അള്ളാഹു നൽകുന്നുണ്ട്. നിന്റെ ഒടുക്കത്തെ മടക്കം എന്നിലേക്കാണെന്ന് നീ മറന്നു പോകണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായിട്ട് നമ്മളോട് ഉണർത്തുന്നത് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ മക്കളുടെ സാമീപ്യവും അവരുടെ സാന്നിധ്യവും ആഗ്രഹിക്കുന്നത് അവർ വാർദ്ധക്യ സഹജമാകുമ്പോഴാണ്. അവർക്ക് പഴയതുപോലെ ഓടിച്ചാടി നടക്കാനും പെട്ടെന്ന് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാനും കഴിയാത്ത വാർദ്ധക്യത്തിന്റെ വേളയുണ്ട്. ആ സന്ദർഭത്തിൽ മക്കൾ അടുത്തുണ്ടായിരിക്കുന്നതിനും ആ മക്കളാൽ പരിചരണം ലഭിക്കുന്നതിനും ആഗ്രഹിച്ചു പോകുന്നു. ഏതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളടുക്കൽ ഉണ്ടാകുന്നതിന് എത്രമാത്രം കുഞ്ഞുങ്ങൾ കൊതിക്കുന്നോ, അതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കൾ മക്കളുടെ സാന്നിധ്യത്തെയും സാമീപ്യത്തെയും പരിചരണത്തെയും അവരുടെ സ്നേഹമസൃണമായ തലോടലിനെയും വർത്തമാനങ്ങളെയും ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ എക്കാലത്തെയും മനസ്സ് വായിക്കാൻ അറിവുള്ള പടച്ച തമ്പുരാൻ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് മാതാപിതാക്കൾ പ്രായാധിക്യമെത്തുമ്പോൾ അവർ വയസ്സാകുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന പരിചരണത്തെ കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്.
വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്തുമാത്രം ഹൃദയസ്പൃക്കായ അർത്ഥപൂർണമായ അള്ളാഹുവിന്റെ വാക്കുകളാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വഖലാ റബ്ബുക, നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ്, അവന്റെ ഖദറുകളിൽപ്പെട്ടതാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്. തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നീ ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെന്നുള്ളത്. അത് പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിച്ചില്ല. തുടർന്ന് അല്ലാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം. അവർക്ക് ആവശ്യം എന്താണോ എന്ന് നീ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് നീ ചെയ്തു കൊടുക്കണം. അല്ലാഹു എന്നിട്ട് പ്രത്യേകം എടുത്തു പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കൾ രണ്ടുപേരോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിന്റെ അടുക്കൽ അവരുണ്ട്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം എല്ലാം ഒരു പക്ഷേ നിനക്ക് ഈ കാലഘട്ടത്തിലെ സംസ്കാരത്തിനും നിന്റെ സ്റ്റാറ്റസിനും അനുസരിച്ച് അവർക്ക് നിനക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല. അവർ പഴമക്കാരാണ്, അവർ വളർന്ന കാലം വേറെയാണ്. അവരുടെ ജനറേഷനും നിങ്ങളുടെ ജനറേഷനും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാതിരിക്കാൻ പലവിധമായ ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരുടെ ഭാഗത്തു നിന്നും നിനക്ക് അരോചകമോ അലോസരമോ ആയിട്ടുള്ള എന്തെങ്കിലും വർത്തമാനങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് കയർത്തൊന്നും സംസാരിക്കരുത്, മോശത്തരം കാണിക്കരുത്. എന്താ ഉമ്മ ഇങ്ങനെ, എന്താ വാപ്പ ഇങ്ങനെ എന്നുപോലും ചോദിക്കരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അങ്ങനെ പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. വലാ തൻഹർഹുമാ വലാ തൻഹർഹുമാ, അവരെ വിരട്ടരുത്, അവരെ ആട്ടി അകറ്റരുത്. അവരുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വലാ തൻഹർഹുമാ, അവരെ നിങ്ങൾ ആട്ടി അകറ്റരുത് എന്ന് പറഞ്ഞതിന്റെ മഅന അവരുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കരുത് എന്ന് മാത്രമല്ലല്ലോ, നിങ്ങൾ അവരുടെ അടുക്കൽ നിന്നും ഒഴിവായി പോകരുത് എന്നും കൂടി അതിന്റെ മഅനയുണ്ട്, അതിന്റെ അർത്ഥമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് അധിക മാതാപിതാക്കളുടെയും ദുഃഖം അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പരിഹാരം നമ്മൾ കൂടിയാലോചിച്ച് കണ്ടെത്തി എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. നമ്മുടെ വീടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങൾക്ക് സമാനമായി കൊണ്ടിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, യന്ത്രവൽകൃതമായ എല്ലാ സൗകര്യവും നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ അതൊന്നും അവരാഗ്രഹിക്കുന്നില്ല, മോഹിക്കുന്നില്ല. അല്ലാഹു പറയുന്നത് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ അവരോട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഖൗലൻ കരീമൻ, കരീമായ വാക്കാകണം. നമ്മളെപ്പോഴും പറയും അല്ലാഹു കരീം, അല്ലാഹു കരീമാണെന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലെ കരീമാണ് നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ റഹീമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കളുള്ള സമീപനത്തിൽ, പെരുമാറ്റത്തിൽ, വർത്തമാനത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ, അവരിപ്പോൾ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ്. അവരിപ്പോൾ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ്. നിങ്ങളുടെ കുട്ടിപ്പരുവത്തിലുള്ള ബാല്യകാലാവസ്ഥയാണ് ഇന്ന് അവരുടെ മാനസികാവസ്ഥ. അതുകൊണ്ട് വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താലുള്ള ചിറകിനെ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. എന്തുമാത്രം ആലങ്കാരികമായ ഒരു പദപ്രയോഗമാണത്. ഒരു തള്ളക്കോഴി അല്ലെങ്കിൽ ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാന്തനത്തിന്റെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും അതിലുപരിയായിട്ട് സുരക്ഷിതത്വത്തിന്റെയും
ചിറകുകൾ താഴ്ത്തി കൊടുത്തുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ആ ഒരു മനോഹരമായ ചിത്രം മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉപദേശം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, കേവലം വായിച്ചു പോകാനോ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാനോ ഉള്ള മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു തള്ളപ്പക്ഷിയുടെയും അതിന്റെ കുഞ്ഞുങ്ങളുടെയും, അല്ലെങ്കിൽ ഒരു തള്ളക്കോഴിയുടെയും അതിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതം നമ്മുടെ മുമ്പിൽ നാം കാണുകയാണ്. അതുപോലെയാണ് ഇന്ന് അവസാന കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളുടെ പ്രായാധിക്യം ചെല്ലുന്ന അവരുടെ വാർദ്ധക്യ കാലഘട്ടങ്ങളിൽ അവർ മക്കളിൽ നിന്നും കൊതിച്ചു പോകുന്നത്. ആ കൊതിയും ആ ആഗ്രഹവും തിരിച്ചറിഞ്ഞ ത്രികാലജ്ഞാനിയായ പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് നീ താഴ്ത്തിക്കൊടുത്ത് സ്വാന്തനത്തിന്റെയും മറ്റെല്ലാവിധ പ്രൊട്ടക്ഷന്റെയും ആൾക്കാരായി, വക്താക്കളായി നിങ്ങൾ മാറിയാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. റബ്ബി, എന്റെ തമ്പുരാനെ, ഇർഹംഹുമാ, എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ. ഞാനിപ്പോൾ കരുണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീയും കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ അവർ എന്നോട് കാരുണ്യവും എനിക്ക് വേണ്ടുന്ന തർബിയത്തും ചെയ്ത കാരണത്താൽ എന്ന് പ്രാർത്ഥിക്കാനും കൂടി പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? തൊട്ടടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലും ചാനലുകളിലും വന്ന വാർത്ത എന്താ? കൊല്ലത്ത് വാർദ്ധക്യം ചെന്ന ഒരു പിതാവ്, അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കൾ, 2 ആൺമക്കൾ, ഒരു മകളെ ദൂരേക്ക് വിവാഹം ചെയ്തയച്ചു. അവിടെ സൗകര്യത്തോടു കൂടി കഴിയുന്നു. 2 മക്കൾ പരമാവധി പിതാവിൽ നിന്നും ഒപ്പിക്കാനുള്ളതെല്ലാം ഒപ്പിച്ചെടുത്തിട്ട് പിതാവിനെ നോക്കാൻ തയ്യാറാകുന്നില്ല. 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥർ. നാട്ടുകാരിടപെട്ടു, പിന്നെ അതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തകർ ഇടപെട്ടു. ഈ മക്കൾ ഒരു രീതിയിലും ഈ പിതാവിനെ സംരക്ഷിക്കുകയില്ല. ആ പിതാവിന്റെ കോലം എന്റെ പ്രിയപ്പെട്ടവരെ ചാനലിൽ വന്നത് ഒരുപക്ഷെ ആ ചിത്രം നിങ്ങളുടെ മനോമുഖരത്തിൽ ഉണ്ടായിരിക്കും. അവസാനം എന്താ? ഗാന്ധിഭവനിൽ നിന്നും, പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ നിന്നും ആൾക്കാർ വന്ന് ഈ പിതാവിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു കാലമാണ് ഈ കാലം. വാക്ക ഉമ്മഹു വാദിനാ സദീഖഹു വാക്സാ അബാഹു. അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായി 14 അടയാളങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ 3 എണ്ണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയുടെയും അവരെ അവഗണിക്കുന്നതിന്റെയും കാര്യങ്ങളായിട്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അഥവാ ഈ കാലഘട്ടത്തിൽ ഉള്ള മക്കളുടെ അവസ്ഥ പറയുകയാണ്. അക്ക ഉമ്മഹു, ഉമ്മായെ ദ്രോഹിക്കും, മാതാവിനെ ദ്രോഹിക്കും, പിതാവിനെ ദ്രോഹിക്കുമെന്നല്ല പറഞ്ഞത്. കാരണം മക്കൾക്ക് പിതാവിനേക്കാൾ കുറച്ചുകൂടി കരുണയും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ളത് ഉമ്മമാരോടാണ്. പക്ഷേ ആ ഉമ്മമാരെ പോലും ദ്രോഹിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ വാപ്പമാരോട് കാണിക്കുന്ന ദ്രോഹത്തെ കുറിച്ച് പറയണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അതാ പറയുന്നത്, പിതാക്കന്മാരെ അകറ്റും. ആ സ്ഥാനം, അല്ലെങ്കിൽ അതിലേറെ സ്ഥാനം കൂട്ടുകാർക്ക് കൊടുക്കും, ചങ്ങാതിമാർക്ക് കൊടുക്കും, തങ്ങളുടെ ചങ്ക് ബ്രോ ആയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാ സ്ഥാനങ്ങളും നൽകും, വീട്ടിലും വെളിയിലും എവിടെയും. പക്ഷേ സ്വന്തം വീട്ടിലെ പിതാവ് അന്യവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ, ഇത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് കഴിഞ്ഞ ഫുട്ബോളിന്റെ അവസാനത്തെ വേദിയിൽ ഉണ്ടായ നിക്കോ വില്യംസ് ആർദർ എന്ന 24 വയസ്സുള്ള ആ ചെറുപ്പക്കാരനായ ഏറ്റവും നല്ല കളിക്കാരൻ ആ വേദിയിൽ വെച്ച് തന്റെ മാതാവിനോട് കാണിച്ച കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രത്യുപകാരത്തിന്റെ, ഇന്നലകളിൽ തനിക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെ ആ പ്രത്യുപകാരമായ സമീപനം, എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിലും 40-ലധികം ദിവസം നീണ്ടുനിന്ന കളി വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമ്പത്തും സമയവും ചിലവഴിച്ച ആ വലിയ ഒരു കളിയിൽ നിന്നും, ആ മത്സരത്തിൽ നിന്നും ഇങ്ങനെയെങ്കിലും ഒരു
ധാർമ്മികമായ ഒരു ഉപദേശം, ധാർമ്മികമായ ഒരു മൂല്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ജിഹാദിന്റെ പോരിശ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യുന്ന, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഹിജ്റയുടെ പോരിശ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ സഹാബാക്കളും അന്നത്തെ മുഅ്മിനീങ്ങളും വലിയ ആകൃഷ്ടരുമായിട്ടുണ്ട്. അങ്ങനെ പലരും നബി തങ്ങളുടെ സവിധത്തിൽ ഹിജ്റയ്ക്ക് വേണ്ടി, പലായനത്തിന് വേണ്ടി പിറന്ന നാടും വീടും അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ദീനിന്റെ സംരക്ഷണാർത്ഥം പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ സവിധത്തിൽ വരും. അതുപോലെ ജിഹാദിന് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു സഹാബിവര്യൻ വന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അങ്ങുമായിട്ട് ബൈഅത്ത് ചെയ്യുകയാണ്, ഹിജ്റയുടെ മേലും ജിഹാദിന്റെ മേലും. പക്ഷേ ആ മനുഷ്യന്റെ കുടുംബ പശ്ചാത്തലം നേരത്തെ തിരിച്ചറിഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയുമോ? പലപ്പോഴും നബി തങ്ങളുടെ അടുക്കൽ ഓരോ ചോദ്യങ്ങളുമായിട്ട്, ഓരോ സംശയങ്ങളുമായിട്ട് വരുന്നവരോട് നബി തങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ പരിസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പ്രതികരിക്കുന്നത്. ആ സഹോദരനോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ നിന്നും ഹല്ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, മാതാപിതാക്കളിൽ നിന്നും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ആ സഹാബി വലിയ ആവേശത്തോടു കൂടി ജിഹാദിന് പോകാൻ വന്നതാണ്, ഹിജ്റയ്ക്ക് പോകാൻ വന്നതാണ്. ആ സന്ദർഭത്തിൽ നബിയുടെ ചോദ്യം, ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് ബൽ കിലാഹുമാ, ഒരാളല്ല നബിയെ, രണ്ടുപേരും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, തബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ ഹിജ്റയും ജിഹാദും നടത്തുന്നതിലൂടെ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണോ, സ്വർഗമാണോ പ്രതീക്ഷിക്കുന്നത്? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ നിന്നോട് പറയുകയാണ്, ഫർജി ഇലാ വാലിദൈക, നിന്റെ മാതാപിതാക്കളിലേക്ക് നീ മടങ്ങിപ്പോകുക. ഫാഹിസിൻ ഇലൈഹിമാ സുഹബതുഹുമാ, നീ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിൽ വർത്തിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ പോയി ചെയ്തു കൊടുക്ക്, അതാണ് നിനക്ക് ജിഹാദിനേക്കാൾ ഹിജ്റയേക്കാൾ പ്രതിഫലാർഹമായതെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ തിരിച്ചയക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, നാളെ സ്വർഗത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന, ഈ ലോകത്ത് വന്നുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ സതീർത്ഥനുണ്ടായിരിക്കും, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എനിക്കും നാളെ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. ഇതുപോലെ എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, എല്ലാ നബിമാർക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് നമുക്കത് അള്ളാഹു വിധി കൂട്ടുമെങ്കിൽ അടുത്ത ജുമാ പ്രഭാഷണത്തിൽ പറയാം, ശ്രവിക്കാം, കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഏകദേശം ഒരു മാസക്കാലമായി വലിയ ഒരു സമരത്തിലാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സമരം നടക്കുകയാണ്. രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉള്ളത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ പരിഹസിച്ചുകൊണ്ട് പാർട്ടികൾക്ക് സമാനമാണ് അവര് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അതിൽ നിന്നും പ്രചോദനവും പ്രതിഷേധവും ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകൃതമായ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് CJP. ആ CJP എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇതെല്ലാം ബിരുദവും നേടിയിട്ട് ജോലിയില്ലാതെ അലയുന്നവർ, ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ, രാത്രിയും പകലുമായി അവർ ഡൽഹിയിലെ സമരത്തിനാണ്. എന്തിനാണെന്നറിയുമോ? രാജ്യത്തെ വിദ്യാഭ്യാസം നീതിപൂർവമായിട്ട് വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അർഹതപ്പെട്ട, അവകാശപ്പെട്ട ജോലികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പിന്നാക്ക
വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട് നടത്തിയിട്ടുള്ള സംവരണവും അതുപോലെ തന്നെ മറ്റെല്ലാ പരീക്ഷകളും സംവരണവും എല്ലാം നീതിപൂർണമായിട്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നീറ്റ് പരീക്ഷ പോലെയുള്ള രാജ്യത്തെ ഏറ്റവും ഉയർന്ന പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച, അഴിമതി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടി അതിന് കൂട്ടുനിന്ന വിദ്യാഭ്യാസ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് വേണ്ടി ഇനിയും രാജ്യത്ത് ഭാവിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെയും അതുപോലെ തന്നെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗുണ്ടകളുടെയും അടിയും തൊഴിയും ഏറ്റുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർ സമരം ചെയ്യുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇന്ന് രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പ്രിയപ്പെട്ടവരെ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ, സമരങ്ങൾ നടക്കുകയാണ്. ഇത് നീതിക്ക് വേണ്ടിയാണ്, ന്യായത്തിനു വേണ്ടിയാണ്, അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്, പിൻവാതിൽ നിയമനങ്ങൾ ഇല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സമരം വിജയിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.